വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രശ്നമായിരിക്കുകയാണ്. അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്, കൃത്യമായ അർത്ഥത്തിൽ രാഷ്ട്രീയ നേതാവല്ല. പക്ഷേ അദ്ദേഹമാണ് BDJS എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. അതിന് നേതൃസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. ആ പാർട്ടി ഇന്ന് BJPയുടെ കൂടെയുള്ള NDAയിലൊരു ഘടകകക്ഷിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സെവിടെയാണ്? അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കാറിൽ കൂടെ വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം രണ്ടിടത്തുമുണ്ട്, ഇടതുപക്ഷത്തിലുണ്ട് BJPയിലുണ്ട് എന്ന് പറഞ്ഞാൽ CPMനും BJPക്കും ഇടയ്ക്കുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുമ്പോൾ തള്ളി പറയാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് സംസാരിക്കുന്നത്. 10 കൊല്ലം മുമ്പ് 2015 കോഴിക്കോട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ നൗഷാദ് ആൾനൂഴിപ്പെട്ട 2 അതിഥി തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരിച്ചുപോയി. അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി. അദ്ദേഹം ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം അനുവദിച്ചു. അതിനെ നിന്ദിച്ചിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താന്ന്. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ തൊഗാഡിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന്. അതേ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി വന്നിട്ട് പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭക്തനാണ് എന്ന്. 2006 ഞങ്ങളുടെ MLA മത്തായി ചാക്കോ മരിച്ചു. അന്ന് താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു, മത്തായി ചാക്കോ ബോധപൂർവം അന്ത്യകൂദാശ സ്വീകരിച്ചിട്ടാണ് കർത്താവിൽ നിദ്ര വഹിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഭക്തനാണെന്നാണ് ബിഷപ്പ് പറഞ്ഞത്. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? ബിഷപ്പ് പറഞ്ഞ പച്ചക്കള്ളമാണ്. എന്നിട്ട് ബിഷപ്പിനെ വിശേഷിപ്പിച്ചു എന്ത്? നികൃഷ്ടജീവി. ആരെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല, ഒരു വൈദികനെ പറ്റിയാണ്, ഒരു ബിഷപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ അല്ലെ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ വിശ്വാസിയായിരുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയ ആളെ പറ്റിയാണ് പറഞ്ഞത്. നികൃഷ്ടജീവി എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിയ സുഹൃത്ത് വെള്ളാപ്പള്ളി നടേശൻ ഭക്തനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. അതിനർത്ഥം എന്താ? അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്രേ ഉള്ളൂ, BJPയോട് പിണറായി വിജയൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെ ഒരു പാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാവും. പിന്നെ വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കൃത്യമായിട്ട് ചെല്ലുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ 10 കൊല്ലമായി മലപ്പുറം ജില്ലയിൽ SNDPക്ക് ഒരു സ്ഥാപനവും തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദി ആരാ? അത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് 10 കൊല്ലമായി കേരളം ഭരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ SNDPക്ക് സ്കൂൾ തുടങ്ങാൻ പറ്റാത്തത്? അതിന് മറുപടി ഉണ്ടാരാ? പിന്നെ അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതിനാരും മറുപടി പറയണം? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മറുപടി പറയണം. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗുകാരോ മുസ്ലിം സമുദായമല്ല. പിന്നെ അദ്ദേഹം പറയാണ് ക്രിസ്ത്യാനികളുടെ ചർച്ചുകളിൽ വിദേശ പണം കുന്നുകൂടുകയാണ്. അടുത്ത് പറയാണ് അവിടെ പണം കൊടുത്ത് ആളെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. ക്രിമിനൽ കുറ്റമാണത്. ആ ക്രിമിനൽ കുറ്റത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതിന് മറുപടി പറയണം. അത് ക്രിസ്ത്യാനികൾ മറുപടി പറയേണ്ട കാര്യമല്ല. പിന്നെ അദ്ദേഹം പറയാണ് മുസ്ലിം ലീഗ് എപ്പോഴും എന്ത് ഉണ്ടെങ്കിലും പിടിച്ചു വലിച്ച് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മലപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വരെ കുട്ടികൾ 10ാം തരം പാസ്സാകുമ്പോൾ +2 വേണ്ടത്ര അഡ്മിഷൻ കൊടുക്കാൻ അവിടെ സ്കൂളുകളിൽ സൗകര്യമില്ല എന്ന് പറയുന്നു. ആര്? മുസ്ലിം ലീഗിന് എപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിരുന്നു. അതിപ്പോൾ E.T. മുഹമ്മദ് ബഷീർ ആണെങ്കിലും അബ്ദുൾ റബ്ബ് ആണെങ്കിലും നാലകത്ത് സൂഫി ആണെങ്കിലും UA ബീരാൻ ആണെങ്കിലും CH മുഹമ്മദ് ആണെങ്കിലും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് അവരെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും, എപ്പോഴും അല്ല. അപ്പോൾ അതില്ല, അതിൻ്റെ കുറ്റം മുസ്ലിം ലീഗിനാണ്. അപ്പോൾ ഇത് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ലീഗാണെന്ന് പറഞ്ഞാൽ ഇന്ന് LDFൻ്റെ കൂടെയുള്ള INL സമ്മതിക്കൂ? INL മറുപടി പറയണേന് അങ്ങനെയാണോ? അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും വെള്ളാപ്പള്ളി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് BJPക്ക് വേണ്ടിയാണ്. വളരെ വ്യക്തമല്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ നേതൃത്വം കൊടുക്കുന്ന BDJS BJPയുടെ ഒരു ഘടകകക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം BJPക്ക് വേണ്ടി സംസാരിക്കുന്നു. അതിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്.
ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. മിത്രം വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ശ്രീ പിണറായി വിജയന് ശത്രു വേറെ വേണ്ടി വരില്ല.